5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എനിക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം പറയാം. എൻ്റെ നാട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു കുടുംബമുണ്ട്. കോൺഗ്രസ്സുകാരാണ്, പരമ്പരാഗതമായി അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. ആ വീട്ടിലൊരു വലിയ മതിൽ കെട്ടി. അപ്പോൾ അന്ന്, ഇപ്പോഴാണെങ്കിൽ പുതിയ നിയമമുണ്ട്, ഹൈക്കോടതിയിലേക്ക് നിയമമുണ്ട്, ഒരു മതിലിൽ ചെന്ന് നമുക്ക് അങ്ങനെ പരസ്യമൊന്നും പതിക്കാൻ പറ്റത്തില്ല, ഒരു പാർട്ടിയുടെയും പറ്റത്തില്ല. അന്ന് പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് INC ബുക്ക്ഡ്, CPI ബുക്ക്ഡ്, അന്ന് BJP ഇല്ല കേരളത്തിൽ, അന്ന് തിരഞ്ഞെടുപ്പ് രംഗത്തില്ല, CPM ബുക്ക്ഡ് എന്നൊക്കെ വലിയ കുമ്മായം കൊണ്ട് എഴുതും. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മതിലിലും കൊണ്ടുപോയി ഇങ്ങനെ ബുക്ക്ഡ് എഴുതും. ബുക്ക്ഡ് എഴുതി കഴിഞ്ഞാൽ ആ മതിലിൽ പിന്നെ ആ ബുക്ക്ഡ് എഴുതിയവർക്ക് വരയ്ക്കാം, ചിത്രങ്ങളും അവരുടെ അടയാളവും പേരും ഒക്കെ എഴുതി, സ്ഥാനാർത്ഥി പേരും ഒക്കെ വരയ്ക്കാം. അപ്പോൾ വീട്ടുകാർക്ക് വലുതായിട്ട് എതിർക്കാനും പറ്റുന്നില്ല. പക്ഷേ പിന്നെ ഒരുപാട് പേര് കോടതിയിൽ പോയിട്ടാണ് നിയമം മാറ്റിയത്. വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ എഴുതാൻ പറ്റത്തില്ല, പിന്നെ ചോദിച്ചെഴുതണം, പിന്നെ പല പാർട്ടിക്ക് കൊടുക്കുന്നു, നിശ്ചിത സ്ഥലത്ത് എഴുതാം, അങ്ങനെ ഒരുപാട് നിയമം മാറി. പക്ഷേ ആ നിയമം ഇല്ലാതിരുന്ന കാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കോൺഗ്രസ് കുടുംബത്തിൻ്റെ മതിലിൽ കൊണ്ട് CPM ബുക്ക്ഡ് എന്ന് എഴുതി. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സിലെ വീട്ടമ്മ ഇറങ്ങി വന്ന് അതിനെ മായ്ച്ചു കളഞ്ഞു, ചാണകവെള്ളം ഒഴിച്ച് അദ്ദേഹം മായ്ച്ചു കളഞ്ഞു. ആ വീട്ടിലൊരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു, DYFIയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾ. ഇത് നടന്ന സംഭവമാണ് കേട്ടോ. DYFIയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുണ്ടായിരുന്നു. അയാൾ പാർട്ടി മെമ്പറുമാണ്, CPMൻ്റെ മെമ്പറുമാണ്. പക്ഷേ തൊട്ടടുത്ത് കൂടിയ ബ്രാഞ്ച് സമ്മേളനത്തിൽ, ലോക്കൽ സമ്മേളനത്തിൽ ഇത് വലിയ ചർച്ചയായി. അപ്പോൾ ഈ DYFIക്കാരൻ അല്ലെങ്കിൽ പാർട്ടിക്കാരൻ പറഞ്ഞു, എൻ്റെ അമ്മയാണ് അത് ചെയ്തത്, അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ അപ്പോൾ ഇയാൾ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ് വാദം. ഈ പാർട്ടിക്കാരനായ ആൾ തള്ളിപ്പറഞ്ഞില്ല, വീട്ടിലാണത് ചെയ്തെങ്കിലും ആ മതിലിൽ ആ സ്ത്രീ ചെയ്തപ്പോൾ നിങ്ങൾ എതിർത്തില്ല. അപ്പോൾ പറഞ്ഞു അതെൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അന്ന് വലിയ ചർച്ച നടന്നു, ഒരു താത്വിക ചർച്ച നടന്നു. ഇത് ഞാൻ ട്രോൾ ചെയ്യാനോ കളിയാക്കാനോ ആരെങ്കിലും പരിഹസിക്കാനോ ഒന്നും പറയുന്നതല്ല, ഒരു താത്വികമായ ചർച്ച നടന്നു, പാർട്ടിയിൽ തന്നെ നടന്നു. എന്താ ചർച്ച? ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം അമ്മയൊന്നുമില്ല. സഖാവിന് അമ്മയില്ല, കുടുംബമില്ല, മക്കളില്ല, ഒന്നുമില്ല. സഖാവിന് സഖാവ് മാത്രം. കല്യാണമൊക്കെ കഴിക്കാം, പക്ഷേ ലിവിങ് ടുഗദറാണ്, പാർട്ട്ണറുണ്ട്, അല്ല കല്യാണം പോലും ഇല്ല. അപ്പോൾ സഖാവ് എന്ന് പറയുന്നവർക്ക് അമ്മയില്ല, അച്ഛൻ ഉണ്ട്, അമ്മ അല്ല അച്ഛൻ എന്ന് പറയുന്നതില്ല, അങ്ങനെ ബന്ധങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല, രാജ്യമില്ല, ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലേ ഇല്ല, സാർവദേശീയതയേ ഉള്ളൂ, ദേശീയതയില്ല, ദൈവമില്ല, മതമില്ല, പൂജയില്ല, തൊഴുന്ന പരിപാടിയില്ല, പൂവിടുന്ന പരിപാടിയില്ല. പക്ഷേ രക്തസാക്ഷികൾ മണ്ഡപത്തിലും രക്തസാക്ഷികളുടെ ഫോട്ടോയിലും പൂവിടും, മഞ്ഞ നൂലിടും, അല്ല ചുവന്ന നൂലിടും, അത് വേറെ കാര്യം, അത് വേറൊരു, അതിൻ്റെ തിയറി എനിക്കറിയില്ല, അതിന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ വേറൊരു സ്ഥലത്തും പൂവിടില്ല, ആചാരമില്ല, ഒരു പരിപാടി, നിലവിളക്ക് കൊളുത്തില്ല. ചില കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിലവിളക്ക് കൊളുത്തുന്ന പ്രശ്നമില്ല. അങ്ങനെ ഈ പറയുന്ന ഒരാചാരവും, അത് അമ്മയാവട്ടെ അമ്മയൊക്കെ ആചാരങ്ങളിലെല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നത്, അമ്മയാവട്ടെ അച്ഛനാവട്ടെ വ്യക്തികളേ ഉള്ളൂ. എല്ലാ വ്യക്തികളുടെയും സന്തോഷം, എല്ലാ വ്യക്തികളുടെയും ആനന്ദത്തിന് വേണ്ടി എല്ലാവരും ഞങ്ങളുടെ അമ്മമാരാണ്, സ്ത്രീകളെല്ലാം എല്ലാവരുടെയും ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാരതാംബയെ അധിക്ഷേപിച്ചെന്നോ പ്രസാദ് പോയില്ലെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ്, അവരുടെ അടിസ്ഥാന തത്വം അതാണ്. പിന്നെ അവർ പറയും അമ്പലത്തിൽ പോകാം, വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതൊക്കെ ചുമ്മാ ഉടായിപ്പാണ്, അത് ആളുകളെ പറ്റിക്കാൻ പറയുന്നതാണ്. ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെയില്ല. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നെന്ന് വിചാരിക്കുക, ഒറ്റയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ ഭരണഘടന കാണുമോ? ഒന്നാമത്തെ ചോദ്യം. ഈ ത്രിവർണ്ണ പതാക കാണുമോ? അതോ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഒക്കെ ചെയ്തതുപോലെ ചുവന്ന കൊടിയായിരിക്കുമോ? അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള ചുവന്ന കൊടിയായിരിക്കുമോ രാജ്യത്തിൻ്റെ കൊടി? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചെറിയൊരു പഞ്ചായത്തിൽ അധികാരം കിട്ടിയാൽ പോലും, ചെറിയൊരു സൊസൈറ്റിയിൽ അധികാരം കിട്ടിയാൽ പോലും പാർട്ടി സഹാക്കളെയും ബന്ധപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും കുത്തി നിറയ്ക്കുന്ന ഒരു പാർട്ടി രാജ്യത്ത് അധികാരം കിട്ടിയാൽ എങ്ങനെയാണ് ചെയ്യുക എന്നറിയില്ല. ഞാനിതൊന്നും ആരെയും വിമർശിക്കാൻ പറഞ്ഞതല്ല, സത്യസന്ധമായി മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഏത് സിദ്ധാന്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് അമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ അമ്മയും അച്ഛനും മക്കളും ഒന്നുമില്ല. അവിടെ സഹാക്കളാണ് എല്ലാവരും. സഹാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുക. ഒറ്റ ഭൂമിയാണ്, ഒരു സാർവദേശീയ ലോകമാണ്. അല്ലാതെ രാജ്യം, സംസ്ഥാനം, പരിപാടികൾ ഇതൊന്നും നമുക്കില്ല.